കഴിഞ്ഞ ദിവസം എൻ്റെ കെട്ടിയവൻ വന്നിരുന്നേ ഒരു അനിച്ചേട്ടൻ സിനിച്ചേട്ടൻ എന്തോ ഒരു പേരുള്ള ഒരു ചേട്ടൻ മീൻ്റെ തലയും കൊണ്ട് വരും, നീ ഒന്ന് വെച്ച് കൊടുക്കോ, നിൻ്റെ വീഡിയോ കണ്ടിട്ട് പുള്ളിക്ക് അതേപോലത്തെ കറി കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ അതിനെന്താ, ഉച്ചക്കാലത്തെ ഊണിൻ്റെയൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായിട്ട് വെച്ച് കൊടുത്താൽ മതിയാന്ന് വെച്ചപ്പോൾ പറഞ്ഞാൽ അത് മതി, ആ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പം എല്ലാ കൂട്ടുകാരും കൂടി സ്മോൾ അടിക്കുമ്പോൾ ടച്ചിങ്സിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വൈകുന്നേരം ആവുമല്ല, വൈകുന്നേരം ഞാൻ ഒതുക്കലും പിറക്കലൊക്കെ കഴിഞ്ഞിട്ട് വെച്ചുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ നമ്മുടെ തല വെട്ടി കഴുകിയിട്ട് വെട്ടി ആ ചേട്ടൻ കൊണ്ടുവന്നാണ് കേട്ടോ, കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെന്തിൻ്റെ തലയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, കാരണം ഞാൻ മേടിച്ച തലയല്ലല്ല, അപ്പോൾ അതുകൊണ്ട് എന്തിൻ്റെയാണെന്ന് ഞാൻ പറയണില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കറി വെക്കാൻ പോണെന്ന് അറിയാമോ? പണ്ടൊന്നും ഫ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എൻ്റെ വാപ്പിച്ചാണെങ്കിലോ മീൻ കച്ചവടക്കാരനാണ്, വൈകുന്നേരം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മീൻ ബാക്കി വരുമ്പോൾ കൊണ്ടുവരും. ഇതാണെങ്കിൽ വെക്കാൻ ഫ്രിഡ്ജുമില്ല, മറ്റുള്ളവൻ്റെ വീട്ടിൽ വൈകുന്നേരമൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാമെന്ന് ചോദിച്ചാൽ അവരുടെ മുന്നിമോറും കാണേണ്ടി വരും. അപ്പോൾ എൻ്റെ ഉമ്മ ചെയ്യണ പണി എന്താണെന്ന് ചോദിച്ചാൽ, മീൻ കഴുകി വെട്ടിത്തേച്ചൊക്കെ വരൂലേ, അതിലേക്ക് കുറച്ച് വെള്ളവും അതേപോലെ ഉപ്പും മഞ്ഞപ്പൊടിയും പിന്നെ എന്താണ് പച്ചമുളകും കുറച്ച് പുളിയും കൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടി അങ്ങോട്ട് കുഴച്ചെടുക്കും. കൂടുതലായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാമെന്ന് അറിയാമോ, മീൻ കൊണ്ട് തന്നെയാണെങ്കിൽ കുറച്ചെടുത്ത് കറിയും വെക്കും, കുറച്ചിങ്ങനെ പറ്റിച്ചിടും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പറ്റിച്ചിട്ടിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം വരെ വേണമെങ്കിലും നമുക്ക് ഇരുന്നോളും. പിന്നെയാണെങ്കിൽ നല്ലോണം ഉപ്പും പുളിയൊക്കെ പിടിച്ചും കിട്ടും കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ രാത്രിയോ വൈകുന്നേരമൊക്കെ ഇങ്ങനെ പറ്റിച്ചിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇതിൽ മസാലയൊക്കെ ചേർത്ത് കറി വെക്കണമെങ്കിൽ നന്നായിട്ട് ഉപ്പും പുളിയും പിടിച്ചിട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഇതിനുള്ള മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം. ദശക്കട്ടിയുള്ള ഏത് മീനും ഇതേപോലെ കറി വെച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മളിതിന് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും. അപ്പം ഞാനിത് എന്ത് ചെയ്യാമെന്നറിയാമോ, ഈ അമ്മിക്കുട്ടിയിലിട്ടൊന്ന് ചതച്ചാണ് എടുക്കണത്. ഇങ്ങനെ കറി വെക്കുമ്പോഴേ ചതച്ചെടുക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പം ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് ചതച്ചൊരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ എൻ്റെ ഒരു ചട്ടി അടപ്പിലേക്ക് വെച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തേക്കണത്. പിന്നെ കുറച്ച് ഉലുവയും കൂടി പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഉലുവ പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അതേപോലെ എന്താണ് ഉള്ളി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകില്ലേ ആ ഒരു മീനിലിട്ട് വേവിക്കണതിന് പകരം ഉള്ളിയൊക്കെ ചതക്കുമ്പോൾ ചതച്ചെടുത്തിട്ട് ഉപയോഗിച്ചാലും നല്ലതായിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് വഴഞ്ഞ് വന്നപ്പോഴേക്കും ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മയൊന്നും ഈ തക്കാളി ഒന്നും ചേർത്ത് വെക്കാറൊന്നുമില്ല. പണ്ടുള്ള ആൾക്കാർ മീൻ കറിയിലൊന്നും തക്കാളി ഇടില്ല. ഇപ്പോഴൊക്കെ മീൻ കറി ആയാലും ബീഫ് കറിയിലും എന്തിനും തക്കാളി വാരി ഇടും. പക്ഷെ അത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് എന്താണെന്ന് അറിയോ, തക്കാളി ഒരെണ്ണം ഇട്ടേക്കാം, ഒരു വെറൈറ്റി ആയിക്കോട്ടേടോ, അതുകൊണ്ടിട്ടാണ് ഇട്ടത്. ഇനി നമുക്കിതിലേ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള മീനൊക്കെ വെക്കുമ്പോൾ ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും സമം കൊടുക്കും കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതില്ലേ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് മൊരിപ്പിച്ചൊക്കെ എടുത്താലേ എനിക്കൊരു തൃപ്തി വരില്ല കേട്ടോ കറി വെക്കുമ്പോൾ. അതുകൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് അതേപോലെ നല്ല ഗ്രേവി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കും. ആ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാം കൂടി ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ, ലോ ഫ്ലെയിമിലിടും തിള വന്നതിന് ശേഷം. എന്നിട്ട് ഈ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ഈ ഗ്രേവി നല്ലോണം കുറുകിയും കിട്ടിയിട്ടുണ്ടാവും. എനിക്കൊരു സമാധാനവും എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും, തിക്ക് ഗ്രേവിയും കിട്ടുമല്ലോന്ന്. അങ്ങനെ നമ്മളങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഉച്ചക്കലത്തെ ഊണിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതായത് ഒരു 3-3:30 ആയപ്പോഴാണ് ഇത് പറ്റിച്ചിട്ടത്. അപ്പോൾ നന്നായിട്ട് ഉപ്പും പുളിയും പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മസാല തയ്യാറാക്കിയത് ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു 1-2 മണിക്കൂർ ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ചെയ്യണമെങ്കിൽ മീൻ നന്നായിട്ട് ഉപ്പും പുളിയും പിടിച്ചിട്ടോ. അല്ലാതെ നമ്മളിപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ പറ്റിച്ചിട്ട് ഇപ്പം തന്നെ മസാലയും ചേർക്കണമെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കറി വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ടിട്ടാണ് പറയണത്. പിന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒന്നില്ലെങ്കിൽ തലേദിവസം പറ്റിച്ചിടുക,
പിന്നെ അതേപോലെ തന്നെ ചാള ഒഴിച്ച് വേറെ എന്ത് മീനായാലും ഇങ്ങനെ വെക്കാട്ടോ. അപ്പോൾ അതേ നമ്മളുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കണ്ട. കറിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിരുന്നേ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ കറി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അനീഷ് പറയണേ എന്താടി നിന്നെ എല്ലാവരും പൊക്കി പറയലായിരുന്നു, നല്ല ടേസ്റ്റാണ്. പക്ഷേ അനീഷ് വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഒരു ഇച്ചിരി ഉപ്പ് കൂടി എന്ന് 1-2 പേര് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ എനിക്കത് തോന്നിയില്ല. എന്തെങ്കിലും ആകട്ടെ, 1-2 പേരല്ലേ പറഞ്ഞുള്ളൂ. കറി അടിപൊളിയായിരുന്നെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ മീൻകറിയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടാ. മീൻകറിയല്ല, തലക്കറി. എൻ്റെ കിട്ടിയമ്മന്ന് പറയണേ നമുക്ക് കടയിൽ തലക്കറി വെച്ച് കൊടുക്കാം. ഞാൻ എൻ്റെ പൊന്ന മനുഷ്യ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, തലക്കറി എന്ന് പറഞ്ഞാൽ അത് ആസ്വദിച്ച് കഴിക്കണം. എന്ന് വെച്ചാൽ കുറച്ച് നേരം പിടിക്കും ആ തലയുടെ അംശങ്ങളൊക്കെ വലിച്ച് കടിച്ച് പറിച്ചൊക്കെ തിന്നാനായിട്ട് കുറച്ച് നേരം പിടിക്കും. അപ്പം അതിനുള്ള സൗകര്യവും ഒന്നും നമ്മുടെ കടയിലില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു മോഹം ഒഴിവാക്കിയേക്കെന്ന് പറയും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടതിന് താങ്ക് യു.